വീട് നിർമ്മിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തെ, സ്ഥലമില്ലാത്ത ആള് സ്ഥലം വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള മണ്ണുള്ള സ്ഥലം തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പരമാവധി ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അവിടെ വരുന്ന സ്ഥലത്ത് വരുന്ന ഡെവലപ്മെന്റ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലെവൽ ചെയ്യാനൊക്കെയുള്ള ചിലവൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ പാടത്തൊക്കെയാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തറയും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും നല്ല സ്ട്രെങ്ത് ഉള്ള മണ്ണുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ തറ നിർമ്മിക്കാനും പറ്റും. രണ്ടാമത്തത്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഡിസൈൻ ചെയ്യാം. അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് അധികം ഉൾപ്പെടുത്തിയാൽ പോലും 2000 രൂപ നമുക്ക് ചെലവാകും. അപ്പൊ ഒരു 100 സ്ക്വയർ ഫീറ്റ് അധികം വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏറ്റവും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുക. കാരണം നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് നമ്മുടെ സൈഡിലോട്ട് കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിനുള്ള ചെലവ് നമുക്ക് ചുരുക്കാൻ പറ്റും. മാത്രമല്ല, എന്തെങ്കിലും ഷോർട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. സുഖം അതാണ്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള, എന്നാൽ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണോ അത് അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന കേസ് ആണെങ്കിൽ ഫ്ലാറ്റ് കോൺക്രീറ്റ് റൂഫ് ഒഴിവാക്കിയിട്ട് അവിടെ വല്ല റൂഫ് ടൈലിംഗ് ഒക്കെ ചെയ്യാം. ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ റൂഫ് ടൈലിംഗ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ചെലവ് ചുരുക്കാനും പറ്റും. അതുപോലെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇന്റീരിയേഴ്സ് ചെയ്യാം. ഈ അനാവശ്യമായിട്ടുള്ള ഫോൾ സീലിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വാം ലൈറ്റ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ ടൈല് പൊട്ടിക്കുന്ന ഭാഗത്ത് സ്മൂത്ത് പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ റഫായിട്ടൊന്ന് തേച്ചിട്ടാൽ മതി. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുക. പോയിന്റ് ഔട്ട് ചെയ്ത ശേഷം കണ്ടെത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പുറത്തൊക്കെ ഈ സിമെന്റ് പ്ലാസ്റ്റർ ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചിലവ് ആ ഭാഗത്തൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇന്റീരിയറിൽ ചെയ്യുന്ന സമയത്ത് പെയിന്റിങ്ങിലൊക്കെ നമുക്ക് കുറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ എന്തൊക്കെ വർക്ക് ഉണ്ട് നമ്മളൊന്ന് ആദ്യം പ്ലാൻ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്കത് 1 by 1 ആയിട്ട് അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഒരു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റു സുഹൃത്തുക്കളിലും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.